ഹലോ, എല്ലാവർക്കും ഇറ്റാലിയൻ രുചികളിലേക്ക് സ്വാഗതം. വെറും 20 മിനിറ്റും കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി ഊണാട്ടോ ഇന്നത്തേത്. ഇനി ഇതിൽ തയ്യാറാക്കിയിരിക്കുന്ന ഓരോ കറികൾക്കും അപാര രുചിയാണ് കേട്ടോ. ഇന്നത്തെ ഊണിലേക്ക് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ സാമ്പാറാണ്. ഇത് നമ്മൾ തയ്യാറാക്കുമ്പോൾ 1-2 ഇൻഗ്രീഡിയൻസ് സ്പെഷ്യലായിട്ടും കൂടെ ചേർത്തിട്ടാട്ടോ ഇത് തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള പച്ചക്കറികളെല്ലാം നല്ലതുപോലെ ഒന്ന് കഴുകി കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ഏത് കറിയും തയ്യാറാക്കുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമേ ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷനൊന്നും കൂടാതെ എളുപ്പത്തിൽ അത് ചെയ്തു തീർക്കാം. ഇനി ഒരു കുക്കറിലേക്ക് 1/4 കപ്പ് തുവരപ്പരിപ്പും കൂടെ ഒരു 1/4 കപ്പ് ചെറുപയർ പരിപ്പും കൂടെ ഒന്നിട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങിനെയും കൂടെ ചെറു കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് രണ്ടിനും ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഒരല്പം മഞ്ഞൾപ്പൊടിയും ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് വേകുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെണ്ടയ്ക്കയും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനായി ചൂടായിരിക്കുന്ന ഒരു ചീനച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു പച്ചമുളകും 4-5 കുഞ്ഞുള്ളിയും നല്ലൊരു രുചിക്കായിട്ട് 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 3/4 ടീസ്പൂണ് മല്ലിപ്പൊടി, കൂടി ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ശേഷം ഒരു 1/4 ടീസ്പൂണോളം കായം കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് ഉള്ളിയിലേക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഈ പൊടികളുടെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതിലേക്ക് ഒരു 1.5 തക്കാളിയും അതുപോലെ വെണ്ടയ്ക്ക എടുത്തിരിക്കുന്നത് ഒരു 7-8 വെണ്ടയ്ക്കയും കൂടി ആട്ടോ എടുത്തിരിക്കുന്നത്. അത് നീളത്തിലൊന്ന് മുറിച്ച് വെച്ചിട്ട് ചേർത്ത് കൊടുത്തു. ഈ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ ഇതുപോലെ നല്ലതുപോലെ വഴറ്റി ചേർത്ത് സാമ്പാറിലേക്ക് ചേർത്തെടുക്കുമ്പോഴത്തേക്കും സാമ്പാറിൻ്റെ രുചി ടോട്ടലായിട്ട് തന്നെ ഒന്ന് മാറും കേട്ടോ. ഇനി ഇത് ചെറുതീയിലേക്ക് മാറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന പരിപ്പ് ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഇപ്പോൾ ഉടഞ്ഞു വന്ന പരിപ്പിലേക്ക് ബാക്കി പച്ചക്കറിയും കൂടെ ചേർത്ത് കൊടുക്കുക. മുരിങ്ങക്കായും ക്യാരറ്റും അല്പം ബീറ്റ്റൂട്ടും ഒരു 1/4 സവാളയും കൂടെ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ ഒരു ഉപ്പേരിയും കൂടി ആക്കിയെടുക്കാം. ഇതിനാവശ്യമായ ഒരു പാനിലേക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പൊട്ടി വന്ന കടുകിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുത്തിരുന്നത്. സവോളയുടെ കൂടെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെറു തീയിൽ തന്നെ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്ന ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന ബീട്രൂട്ട് ഒരു പകുതി വേവായ ബീട്രൂട്ടാണ് കേട്ടോ. ഇവിടെ ഫ്രഷ് ബീട്രൂട്ട് വല്ലപ്പോഴുമാണ് കിട്ടാറുള്ളത്. അപ്പോൾ അതിനെയാണ് പൊടിച്ചരിഞ്ഞത്. ശേഷം അതിലേക്ക് ടേസ്റ്റ് അനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയോളം ചേർത്ത് ഒന്ന് വഴറ്റി മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിനൊപ്പം തന്നെ ചോറും കൂടെ തയ്യാറാക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകിയെടുത്തിരിക്കുന്ന അരി കൂടി ഇട്ട് കൊടുക്കാം. ഒരു അരിക്ക് അധികം വേവ് ആവശ്യമില്ല കേട്ടോ. ഈ അരിയിൽ നമുക്കൊരു 15 മിനിറ്റ് കൊണ്ട് ചോറ് തയ്യാറാക്കാം. ഈ ഒരു സമയം കൊണ്ട് ബീട്രൂട്ടൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു 2 പിടി തേങ്ങയിലേക്ക് ഒരു പച്ചമുളക്, ഒരു ചെറു കഷ്ണം ഇഞ്ചി, 3 കുഞ്ഞുള്ളി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്താട്ടോ അരച്ചെടുത്തത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ യോജിക്കുന്ന വിധത്തിൽ ചെറു തീയിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഒരു 3 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സാമ്പാറിൻ്റെ പരുവം ഒന്ന് കണ്ടു നോക്കാം. ഇതിലെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന വെണ്ടയ്ക്കയും തക്കാളിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ശേഷം ഇതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് എടുത്തിരുന്നത് വാളംപുളിയാണ്. അത് ഏകദേശം ഒരു നെല്ലിക്ക മുഴുപ്പിലാട്ടോ എടുത്തത്. അത് ചൂടുവെള്ളത്തിലേക്കിട്ട് ഒന്ന് അലിയിപ്പിച്ച് ആ വെള്ളമാട്ടോ ചേർത്തിരിക്കുന്നത്. ശേഷം ഇത് ചെറുതീയിൽ വേവിക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി ചെറിയൊരു പാനിലേക്ക് 2 ടീസ്പൂൺ എണ്ണ എടുക്കുക. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, കൂടെ ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പൊട്ടി തുടങ്ങി മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 3 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും
അല്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉള്ളിയെല്ലാം ഒന്ന് ചെറുതീയിൽ മൂപ്പിച്ചെടുക്കാം. ഏറ്റവും ഒടുവിലായിട്ട് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടിയൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ സാമ്പാറിൻ്റെ വേവെല്ലാം പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന കടുകും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതങ്ങ് ചേർത്ത് ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ സാമ്പാറിന് അപ്പാര മണമാട്ടോ. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന സാമ്പാറിൻ്റെ അതേ മണമാട്ടോ, അതേ രുചിയും. ഈ ഒരു സാമ്പാറിലേക്ക് നമ്മൾ എക്സ്ട്രാ സാമ്പാർ പൊടിയൊന്നും ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന ഒരു സാമ്പാറാണ് ഇത്. ഇനി ഇതൊരു തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെയെല്ലാം ഒപ്പത്തിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട പൊരിച്ചും കൂടി ആട്ടോ ചെയ്യുന്നത്. ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/4 സവാള, 1/2 പച്ചമുളക്, പൊടിക്ക് ഇഞ്ചി, അല്പം കറിവേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് 3 മുട്ടയും കൂടിയാണ് പൊട്ടിച്ച് ചേർത്തിരിക്കുന്നത്. ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഈ മുട്ട പൊരിച്ചത് നല്ല ഫ്ലഫി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വരാനായിട്ട് 1 സ്പൂൺ പാലും കൂടിയാട്ടോ ചേർത്ത് കൊടുത്തത്. ഇതൊരു ചൂടായിരിക്കുന്ന പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ചെടുക്കാം. പിന്നെ തിരിച്ചിട്ട് ഒരു 1-2 മിനിറ്റും കൂടെ വേവിക്കുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട പൊരിച്ച് തയ്യാറ്. ഇതിനൊപ്പം വെള്ളമൊക്കെ വാർത്ത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചൂട് ചോറും കൂടിയുണ്ട്. അതും കൂടി ഒന്ന് വിളമ്പിയെടുക്കാം. എൻ്റെ സ്കൂളിലേക്ക് ലഞ്ച് ബോക്സിലേക്ക് എടുക്കുന്ന കറികളാട്ടോ ഇത്. നല്ല ചൂട് സാമ്പാറും അതിനൊപ്പം ബീറ്റ്റൂട്ട് ഉപ്പേരിയും അതിന് മണ്ടയിൽ മുട്ട പൊരിച്ചതും സൈഡിൽ ഒരല്പം അച്ചാറും. ഇത് കൂട്ടി കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആദ്യം ഓർമ്മ വരുന്ന ആ ഒരു കാലഘട്ടമൊക്കെ ആട്ടോ. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഊണാട്ടോ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബൈ.